ഹായ് എവരിവൺ, വെൽക്കം ടു ഗോൾഡൻ മിൽസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൻലൈൻ ആണ്. ഒരുപക്ഷെ ഹുണ്ടായി ക്രെറ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു കാറാണ്. നല്ല രീതിയിൽ സെയിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും കാണാതെ ആ ഒരു കാർ എത്രയും വിൽക്കത്തില്ല. കാര്യം ആ ഒരു സെഗ്മെന്റിൽ തന്നെ ഒരു സെഗ്മെന്റ് ലീഡറായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻലൈൻ വേരിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2 വേരിയൻസ് ആയിട്ടാണ് വരുന്നത്. അതിൽ N9 N8 N10 അങ്ങനെ 2 വേരിയൻ്റ് ആണ്. അതിൽ DCT ആൻഡ് മാനുവൽ ഓപ്ഷൻ അങ്ങനെ 2 ഡ്രൈവ് ഓപ്ഷനിലും വരുന്നുണ്ട്. ആ കാറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഈ ഒരു N9 ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു N9 എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ ആ ഒരു ഗ്രില്ല് ഫുള്ളായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നോർമൽ രീതിയിൽ വരുന്ന നേരത്തെ ഉള്ള ക്രെറ്റയിൽ വരുന്ന പോലെ തന്നെ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ADAS ലെവൽ 2 സെൻസേഴ്സ് ആണ് ഈ ഒരു കാറിൽ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും അത് വരുന്നത്. അങ്ങനെയാണ് ആ ഒരു ഫ്രണ്ടിലെ ഡിസൈൻ വരുന്നത്. ഫ്രണ്ടിൽ യാതൊരു ചേഞ്ചസും അങ്ങനെ വലുതായിട്ടുള്ള ചേഞ്ചസ് ഇല്ല. ഗ്രില്ലിലും ആ ഒരു N9 എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് മാത്രമാണ് വരുന്നത്. ഇനി ഹുഡിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഒരു ടർബോ ചാർജർ 160 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ ഒരു ടോർക്ക് വരുമ്പോൾ 253 Nm ടോർക്കാണ് വരുന്നത്. ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രെറ്റയിലെ നോർമൽ ഓപ്ഷനിലും അതുപോലെ N9ലും സെയിം എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. 2 ട്രാൻസ്മിഷനിലാണ് വരുന്നത്. 7 സ്പീഡ് DCTയും അതുപോലെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് വരുന്നത്. അതിൽ തന്നെ 2 വേരിയൻസ് ഉണ്ട്, N8ഉം N10ഉം. അങ്ങനെയാണ് ഈ ഒരു കാറിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു N9 ബാഡ്ജ് ഫുള്ളായിട്ടൊരു റെഡ് ലൈൻ വരുന്നുണ്ട്. നോർമൽ രീതിയിൽ എല്ലാ N9ലും ഉള്ള ഇന്ത്യയിൽ മാത്രമാണ് ഈ ഒരു പവറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൈനാമിക്സോ വ്യത്യാസം വരാതെ നല്ല രീതിയിലേക്ക് മീൻസ് ആ സെയിം ഇരിക്കുന്ന കണ്ടീഷനിൽ തന്നെ ചെറിയൊരു കോസ്മെറ്റിക് ചേഞ്ചസ് കൊണ്ടുവന്ന് N9ൻ്റെ ബാഡ്ജിങ് വരുന്നത്. നമ്മൾ പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിൽ നല്ലൊരു രീതിയിലുള്ള പവർ അല്ലെങ്കിൽ ആ ഒരു പവറിൻ്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ മാത്രമാണ് അങ്ങനെ വരുന്നത്. അതുപോലെ ഒരു റെഡ് കാലിപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 17 ഇഞ്ച് അലോയ്സിൽ നിന്ന് 18 ഇഞ്ച് അലോയ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സൈഡിൽ വരുന്ന ചേഞ്ചസ്. അതുപോലെ റൂഫ് റെയിൽസ് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻസിലും ബ്ലാക്ക് റൂഫ് റെയിൽസ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗം വരുമ്പോൾ ഇത് നോർമൽ രീതിയിൽ ബാക്കി എല്ലാ കാസിലും മീൻസ് ക്രെറ്റയുടെ ബാക്കി എല്ലാ കാസിലും ഇവിടെ സിൽവർ ആ ഒരു ഫിനിഷാണ് വരുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഫ്ലോട്ടിംഗ് റൂഫിൻ്റെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു റൂഫിൻ്റെ രീതിയിൽ വരുന്നില്ല. പക്ഷേ എങ്കിലും ഇവിടെ ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ റെയറിലേക്ക് വരുമ്പോൾ ഷാർക്ക് ഫിൻ ടൈപ്പ് ആൻറ്റിന, സ്പോയിലർ, വാഷർ, വൈപ്പർ, ഡീഫോഗർ ലൈൻസ് ഈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്പോയിലറിന് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു എയറോഡൈനാമിക്കലി ഡിസൈൻഡ് ആയിട്ട് നല്ലൊരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നോർമൽ രീതിയിൽ ഇവിടെ ഒരു ചരിഞ്ഞുള്ള ഡിസൈൻ മാറി ഒരു റിജിഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു രീതിയിലുള്ള ഒരു നമുക്ക് ആ ദൂരെ നിന്ന് നോക്കിയാൽ മാത്രമേ ആ ലുക്ക് മനസ്സിലാകത്തുള്ളൂ. നല്ല രീതിയിലുള്ള ലുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എനിക്ക് അതിൻ്റെ ബാക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നോർമൽ വേരിയൻസിൽ നിന്നും ഈ ഒരു സ്പോയിലർ അല്ലാതെ ബാക്കിൽ ചേഞ്ച് വന്നിരിക്കുന്ന ഒരു N9 എന്നുള്ള ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള പോലെ തന്നെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു റെഡ് ലൈനും അതുപോലെ അതിൻ്റെ താഴെ വരുന്ന നമുക്ക് ആ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. കാര്യം ബമ്പറിൻ്റെ ഡിസൈൻ അതുപോലെ ഡിഫ്യൂസർ വരുമ്പോൾ നമുക്ക് ഡ്യുവൽ എക്സോസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. പക്ഷെ സിംഗിളായിട്ട് വരുന്നത് തന്നെയാണ്. ആ ഒരു ഡിഫ്യൂസറും കൊടുത്തു, ആ ഒരു എക്സോസ്റ്റ് ഡ്യുവൽ എക്സോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയറിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു കാറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് മെയിൻ ആയിട്ടും എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നോർമൽ രീതിയിലുള്ള ഹാൻഡ് ബ്രേക്ക് മാറി ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ആയിട്ടുണ്ട്. വിത്ത് ഓട്ടോ ഹോൾഡാണ് വരുന്നത്. ADAS ലെവൽ 2 ആണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, പിന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഈ ഒരു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, റെയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ 360 ഡിഗ്രി ക്യാമറ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാറിൽ വരുന്നുണ്ട്. ഒരു സേഫ്റ്റി ഫീച്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ലെവൽ 2 ADASൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ ADAS ലെവൽ 2 ആണെങ്കിൽ കൂടി നിങ്ങൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. കാര്യം ADAS ലെവൽ 2ൽ ഒരു പോരായ്മ എന്ത് എന്ന് വെച്ചാൽ ഡസ്റ്റ്, സ്മോഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് കറക്റ്റ് രീതിയിൽ സെൻസ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാതെ നോർമൽ റോഡ് കണ്ടീഷൻ നമ്മളിപ്പം കേരളത്തിലാണ് ഇത്രയും മഴയും കാര്യങ്ങളും എല്ലാം ഉള്ളത്. കേരളം വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ രീതിയിൽ എക്സ്പ്രസ് ഹൈവേ അങ്ങനെയുള്ള രീതിയിലുള്ള റോഡ്സിലൊക്കെ ADAS ലെവൽ 2 നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. കേരളത്തിലെ റോഡെല്ലാം നന്നായി വരുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും.
അതുവരെ നിങ്ങൾ അഡാസ് ലെവൽ 2 എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിൽ നിങ്ങൾ എല്ലാത്തിനും പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് കരുതരുത്. യു ഷുഡ് ബി ഓപ്പറേറ്റിംഗ് ഇൻ മാനുവൽ ഓൾസോ. സോ ബി കെയർഫുൾ വൈൽ ഓപ്പറേറ്റിംഗ് അഡാസ്. അത്രേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് സേഫ്റ്റി ഫീച്ചർ, അത് മനസ്സിൽ വെച്ചേക്കുക. ഇനി എൻലൈൻ്റെ ഇന്റീരിയറിലേക്ക് വന്നാൽ ആ ഒരു സ്റ്റിയറിംഗിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതുപോലെ പാഡൽ ഷിഫ്റ്റിൻ്റെ ആ ഒരു ഡിസൈനും മാറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ആ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, അഡാസ് ലെവൽ 2 അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. അത് മീൻസ് ഫ്രണ്ടിൽ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് സെൻസ് ചെയ്തായിരിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ. അതുപോലെ ഇതിൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അത് SX ഓപ്ഷനും അത് മീൻസ് ഇതിൻ്റെ നോർമൽ ഓപ്ഷൻ വരുന്നത് സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ 10.25 ഇഞ്ച് ആയിരിക്കും രണ്ടും വരുന്നത്. ഒരു ക്ലിയർ കട്ട് ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിൽ കിട്ടുന്നത്. അത് ഒരു കോക്പിറ്റ് ആ ഒരു കോക്പിറ്റ് ഡിസൈൻ പോലെ ഒരു സൈഡ് ചരിഞ്ഞാണ് പോയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു റെഡ് ഡിസൈൻ വരുന്നുണ്ട്. എൻലൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലായിടത്തും റെഡ് ഡിസൈനാണ്. 10.25 ഇഞ്ച് മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ. അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 10.25 ആണ് വരുന്നത്. പക്ഷേ N8 വരുമ്പോൾ അത് രണ്ടും 8 ഇഞ്ചിലോട്ട് മാറുന്നുണ്ട്. പിന്നെ ഒരു AC വെൻ്റ് അവിടെയും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും പിന്നെ ആ ഒരു റെഡ് ലൈനിങ്ങിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഗിയർ ലിവറിൻ്റെ ഒരു ഡിസൈൻ അത് സെയിം i20യിലും അതുപോലെ വെന്യൂലൊക്കെ വരുന്ന പോലെ സെയിം ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതിലൊരു ലൈനിൻ്റെ ഒരു ബാഡ്ജിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ സോൺ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. രണ്ട് സൈഡിലും ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. സെൻട്രൽ കൺസോളിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫുൾ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യവും നമുക്കതിൽ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യവും അതിൽ വരുന്നില്ല. ഡീസൻ്റ് ആയിട്ട് ഒരു ഡിസൈനിങ് കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഗ്ലൗ ബോക്സ് ആയാലും കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഗ്ലൗ ബോക്സ് സ്പേസ് ഉണ്ട്. അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള കപ്പ് ഹോൾഡേഴ്സും ഒരു ആംറസ്റ്റിനകത്ത് വരുന്ന ഡീസൻ്റ് ഇനഫ് സ്പേസ് ഉള്ള ഒരു പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് സ്റ്റോറേജ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. സ്റ്റിയറിംഗിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ബാക്കിയുള്ള എൻലൈൻ കാർസ് i20 ആയാലും വെന്യൂ ആയാലും അതിലെല്ലാം വരുന്ന ആ സെയിം സ്റ്റിയറിംഗ് വിത്ത് എൻലൈൻ ബാഡ്ജിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ആ ഒരു ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്. പാനോറമിക് സൺറൂഫ് എല്ലാം വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആണ്, ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ. മീൻസ് സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഡിസൈനിലാണ് ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. ആക്ച്വലി ഐ ലൈക്ക് ദിസ് കാർ. ഇതിൻ്റെ ഒരു എൻലൈനിൻ്റെ വെന്യൂ വന്നപ്പോഴത്തേക്കും എനിക്ക് അന്ന് ചെയ്യാൻ കിട്ടിയതും വൈറ്റ് തന്നെയാണ്. അതും അടിപൊളിയായിരുന്നു. കാറ് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം നോർമൽ വെന്യൂവിൽ വരുന്ന പോലെ തന്നെയാണ് അതിലും വരുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ്. ഓടിക്കാൻ ഏതൊരു ഡിഫറൻസും വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ആ ഒരു റെഡ് ലൈനിങ്ങും വൈറ്റിലായാലും ആ ഒരു ബ്ലൂ കളറിലായാലും വരുന്ന ആ ഡിസൈൻ്റെ ആ ചേഞ്ചസ് കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, എനിക്ക് ഫേവറേറ്റ് തോന്നിയ രണ്ട് കളേഴ്സ്, ഒന്ന് ബ്ലൂവും ഒന്ന് വൈറ്റുമാണ്. അതിൽ ആ ഒരു റെഡ് കാലിപ്പേഴ്സും കൂടെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം വരുന്നുണ്ട്. അതുപോലെ 18 ഇഞ്ച് അലോയ്സ്, അതും ആ ഒരു സ്റ്റാൻഡ്സ് കുറച്ചുകൂടെ ഒന്ന് ബോൾഡായിട്ടുള്ള ഒരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ സൈഡിലും ഈ നമ്പർ പ്ലേ ചെയ്യുന്നുണ്ട്. പോപ്പുലർ ഷോറൂമിൻ്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത്. അവരുടെ സർവീസും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുപോലെ മാക്സിമം എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ഇഷ്യൂയോ കാര്യങ്ങളോ എല്ലാം വരുന്നെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു ലിസ്റ്റഡ് കമ്പനി എന്നുള്ള രീതിയിൽ ഇപ്പം ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ് പോപ്പുലർന്ന്. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അവർ വളരെ കോഷ്യസ് ആയിരിക്കും. ഈ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കും. സോ നമ്പർ എടുക്കുക, വിളിക്കുക, ഡീറ്റെയിൽസ് എടുക്കുക. അത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്പനി കൂടിയാണ് പോപ്പുലർ. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.